ശ്രീ പിണറായി വിജയന്റെ പത്രസമ്മേളനം കാണാനിടയായി. അത് മെനഞ്ഞാന്ന് നടത്തിയ പത്രസമ്മേളനം അത് വളരെ തമാശയായിട്ടാണ് എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ. കാര്യം എന്ത് ചോദിച്ചാലും മുഖ്യമന്ത്രി മറുപടി പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ചോദ്യങ്ങളാവുമ്പോൾ പൊട്ടിച്ചിരിക്കുക. ഏതായാലും ഒരു സന്തോഷമുള്ളത് ആകപ്പാടി ഒന്ന് പൊട്ടിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ ഒന്ന് കാണാൻ പറ്റി എന്നുള്ളതാണ്. മാധ്യമങ്ങളോട് വളരെ അടുപ്പം പുലർത്തുന്ന രീതിയിൽ സംസാരിക്കുന്ന ആദ്യമായിട്ട് കാണാനും പറ്റി. ചോദിക്കുമ്പോൾ അവർ PR ഏജൻസിയെ കുറിച്ചൊന്നും അറിയാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ കൈസൺ എന്ന് പറയുന്ന PR ഏജൻസിയുടെ 2 പേര് പ്രതിനിധികൾ അതിലുണ്ടായിരുന്നു. പത്രസമ്മേളനം മുഖ്യമന്ത്രി അതായത് ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതീവ സുരക്ഷാ മേഖലയാണ്, ആ ഭാഗമാണ്. കാരണം മുഖ്യമന്ത്രി Z കാറ്റഗറിയിലുള്ള ആളാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഡൽഹിയിലൊന്നും അദ്ദേഹത്തിന് പ്രശ്നം കാണത്തില്ല. ഇവിടെ ആർക്കും അദ്ദേഹത്തിനെ കണ്ടുകൂടാന്നുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ 10-40 വണ്ടിയുടെ അകമ്പടിയോടുകൂടി ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ മുറിയിലേക്ക്, അതായത് ഇന്റർവ്യൂ നടത്തുന്ന സ്ഥലത്തേക്ക് അതിൻ്റെ ഇടയിൽ ഒരാൾ കടന്നു വന്നെന്ന്. ആർക്കെങ്കിലും അങ്ങനെ കടന്നു വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ ഒന്ന്? അത് ചിന്തിക്കണ്ടേ. ഈ ബാക്കിയുള്ളവരുടെ തലയിലെല്ലാം കളിമണ്ണാണെന്ന് മുഖ്യമന്ത്രിക്ക് ഒരു ധാരണ ഉണ്ടെങ്കിൽ അതങ്ങ് കളയണം. ഒരാൾ കടന്നു വന്നു. എങ്ങനെ കടന്നു വരുന്നേ? അനുവാദമില്ലാതെ, ആരുടെയെങ്കിലും മുഖ്യമന്ത്രിയുടെ അനുവാദമില്ലാതെ ആ മുറിയിൽ ആർക്കെങ്കിലും കടന്നു വരാൻ പറ്റുമോ? പറ്റുന്നതല്ല. പിന്നെ PR ഏജൻസി എന്നൊക്കെ പറയുന്നത് ഈ ഒന്നും അറിയാൻ വയ്യ. പക്ഷേ ഈ കൈസൺ എന്ന് പറയുന്ന ആ PR ഏജൻസിയിൽ റിലയൻസിന് 76% ഓഹരികളാണുള്ളത്. ആ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ സീനിയർ മാനേജരാണ് സുബ്രഹ്മണ്യം. ഈ സുബ്രഹ്മണ്യനാണ് ഇതെല്ലാം ഇടപാടിയതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവരുമായിട്ടുള്ള ആ ബാന്ധവം അത് ഇന്ന് വളരെ ക്ലിയർ അല്ലേ. പിന്നെ PR ഏജൻസി ഇത് മുഖ്യമന്ത്രി അറിയാതെ PR ഏജൻസി ഹിന്ദുവിന് ഇത് കൊടുത്തു എന്ന് പറഞ്ഞു. എന്നാൽ ഹിന്ദു അതിനകത്ത് ഹിന്ദുവിനെ വാനോളം പോഴ്ത്തുന്നുണ്ട്. കാരണം തെറ്റുപറ്റിപ്പോയെന്ന്. എന്തോ തെറ്റുപറ്റി? PR ഏജൻസി എഴുതി കൊടുത്ത കാര്യം മുഖ്യമന്ത്രി പറഞ്ഞാണെന്നും പറഞ്ഞ് എഴുതി കൊടുത്ത കാര്യം അവർ പ്രസിദ്ധീകരിച്ചു. അത് പ്രസിദ്ധീകരിക്കണമെങ്കിൽ അതിന് ആരാ ഡയറക്ഷൻ കൊടുക്കുന്നത്? ഇത് വേണമെന്നുണ്ടെങ്കിൽ എഴുതി കൊടുക്കണമെങ്കിൽ. അപ്പോൾ ആ മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞേക്കുന്ന വളരെ മോശമായ കാര്യങ്ങൾ PR ഏജൻസി മുഖ്യമന്ത്രി അറിയാതെ എഴുതി കൊടുത്തതാണെന്നുണ്ടെങ്കിൽ ഈ ഹിന്ദു ദിനപത്രത്തിനെതിരെ നടപടി എടുക്കണ്ടേ? കാരണം ഞാൻ അറിയാത്ത ഒരു കാര്യം അതിനകത്ത് ഇങ്ങനെ പരസ്യം ചെയ്യാനിടയായി, അത് നിങ്ങൾ പിൻവലിക്കണം അത് എന്ന് പറയണ്ടേ? ഇത് ഞാൻ അറിഞ്ഞതല്ല, ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞതല്ല എന്ന്. ഇപ്പം ഇത് വലിയ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ, അദ്ദേഹത്തിന് നിൽക്കക്കള്ളി ഇല്ലാതായി കഴിഞ്ഞപ്പോൾ അത് അങ്ങനെയില്ല, ഇങ്ങനെയില്ല, ഞാൻ പറഞ്ഞതല്ല, കേട്ടതല്ല, ഇതൊക്കെ PR ഏജൻസി എഴുതി കൊടുത്താണെന്ന് പറയാനും വയ്യ. പത്രം അതങ്ങ് വെളിവാക്കി. കാരണം PR വർക്ക്സ് ഒന്നും നടത്തുന്നില്ല മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ കൂട്ടാൻ എന്നുള്ളതാണല്ലോ ഇവിടെ പരസ്യമായിട്ട് അവർ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ പിടി വീണത്. അപ്പോൾ ഇത് ഹിന്ദു ദിനപത്രം അവർക്ക് ഇതുപോലെ തെറ്റുപറ്റിയെങ്കിലും അവർ ആ PR ഏജൻസി എഴുതി കൊടുത്തതാണെന്ന് അപ്പോൾ PR ഏജൻസിയുടെ കാര്യം പുറത്തു വിടാൻ ഹിന്ദു അങ്ങ് പറഞ്ഞു. അപ്പോൾ ഈ ഹിന്ദു തെറ്റുപറ്റി എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ ഏറ്റവും വലിയൊരു അപകടം മുഖ്യമന്ത്രിക്ക് വരുത്തി വെച്ചു. PR ഏജൻസിയുടെ കാര്യം വെളിവാക്കി. ഇപ്പം എന്നിട്ട് അത് പറയുന്നത് ഞങ്ങൾക്ക് PR ആവശ്യമില്ല, PR ഏജൻസിയുടെ ആവശ്യമില്ല. ആവശ്യം കാണത്തില്ല, പക്ഷേ സംഭവം ഉണ്ട്. ഇനി ഇത് പണം കൊടുത്തിട്ടില്ല, ഞങ്ങൾ കൊടുത്തിട്ടില്ല, ഗവൺമെന്റ് കൊടുത്തിട്ടില്ല പണം PR ഏജൻസിക്ക്. പിന്നെ ആര് കൊടുത്തെന്നും കൂടെ മുഖ്യമന്ത്രി വെളിവാക്കണം. അതായത് ഈ PR ഏജൻസിക്ക് ആര് പണം കൊടുത്തു? പണം കൊടുക്കാതെ ഈ PR ഏജൻസിക്ക് എന്താണ്? ബഹുമാന്യനായ മുഖ്യമന്ത്രി അങ്ങോട്ട് വരുന്നുണ്ടേ, കേരള മുഖ്യന്റെ അടുത്ത് എത്രയോ വലിയ അടുപ്പമുണ്ടോ PR ഏജൻസിക്ക്? വെറുതെ വന്ന് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ ഒരു സർവീസ്. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നത് ശരിയല്ല. ഇത് ആര് കൊടുത്തു? റിലയൻസ് കൊടുത്തു കാണും. കാരണം ഇപ്പൊ അവരുടെയും കൂടെ ആവശ്യമാണ് ഇതുപോലെ ഈ മലപ്പുറം ജില്ലയെ മോശമാക്കേണ്ടത്. അപ്പൊ ആ രീതിയിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഒന്ന് മനസ്സിലാക്കണം. മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാ വർഗ്ഗക്കാരും ഉണ്ട്. പക്ഷെ മുസ്ലിം ഭൂരിപക്ഷം അവിടെ ഉണ്ട്, അത് ശരിയാണ്. അപ്പൊ അത് കാരണം ആ മലപ്പുറം ജില്ലയിൽ PV അൻവറിനോട് വിരോധം ഉള്ളതുകൊണ്ട് മലപ്പുറം ജില്ലയെടുത്ത് വല്ല വിരോധം കാണിക്കേണ്ട കാര്യമുണ്ടോ? ഒന്നുമില്ല. ഇതൊക്കെ പറയാനുള്ള അങ്ങ് പറഞ്ഞുപോയി. പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഉരുളാതെ പറയണമായിരുന്നു. എനിക്കതൊരു തെറ്റുപറ്റി, ഒരു പിഴ പറ്റിപ്പോയതാണ് നാക്കിന്. ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. മലപ്പുറം ജില്ലയിൽ നിന്ന് ഇങ്ങനെ പിടിച്ചെന്നുള്ളതേ ഉള്ളൂ. അത് മലപ്പുറം ജില്ലക്കാരുടെ മാത്രമല്ല എന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അതിന് പകരം ഞാനിതല്ല, ഇതറിഞ്ഞല്ല, കേട്ടതല്ല, കണ്ടതല്ല, സ്വപ്നം കണ്ടതല്ല എന്ന് പറഞ്ഞു. ഹിന്ദു ഉടനെ അത് ശരിയാണ്, ഇത് മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ അന്തരം ഉണ്ടായിരുന്നതല്ല. പക്ഷേ PR ഏജൻസി മുഖ്യമന്ത്രി ഇവിടെ നാട്ടിൽ പറഞ്ഞ കാര്യം
ഇതും കൂടെ അതിനകത്ത് ചേർക്കണമെന്ന് പറഞ്ഞ് എഴുതി തന്നു എന്ന് പറഞ്ഞു. PR ഏജൻസിയുടെ കാര്യം അവർ പറഞ്ഞു. ഇതാണ് പ്രശ്നം. അത് വന്നപ്പോഴത്തേക്ക് ഈ വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് പറഞ്ഞതാണ് ഇവിടെ സംഭവിച്ചത്. കാരണം ഈ തെറ്റുപറ്റി എന്ന് സമ്മതിച്ച പത്രം, ഹിന്ദു പത്രം, അതിൻ്റെ ഇരട്ടി ഡാമേജാണ് മുഖ്യമന്ത്രിക്ക് ഉണ്ടാക്കിയത്. ഇത് കളവാണെങ്കിൽ, അതായത് PR ഏജൻസി ഇല്ലെങ്കിൽ, മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഹിന്ദുവിനെതിരെ നടപടിയെടുക്കുന്നില്ല? അങ്ങനെ കേസെടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. ഒന്നിൽ യെസ് ഓർ നോ എന്നുള്ള ഉത്തരം വേണം. അതില്ലല്ലോ, ഒന്നുമില്ല. അതെന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞു ഉരുണ്ട് ചിരിച്ചിട്ട് അങ്ങ് പോയാൽ ഇതൊക്കെ ഈ ചിരി കണ്ടു കഴിഞ്ഞാലൊക്കെ ഇത് ആർക്കെങ്കിലും ഇത് കാര്യം മനസ്സിലാവത്തില്ല എന്താണെന്ന്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ കാണുന്നത്. ഇവിടെ ഇപ്പം നടക്കുന്ന അതാണ്. മുഖ്യമന്ത്രിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായി. നടപടി എടുക്കാത്തത് എന്ത് മുഖ്യമന്ത്രി എന്നുള്ള ആ ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്.